ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പലഹാരമായിട്ടുള്ള സുഖിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ ഒരു 3 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറോളം കുതിർത്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊരു പ്രഷർ കുക്കറിലേക്കൊന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഏത് മെഷറിംഗ് കപ്പിലാണോ പയർ അളന്നെടുത്തതെന്നാൽ അതേ മെഷറിംഗ് കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പയറിന് 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഈ സുഖിയനുള്ള പയർ അങ്ങ് വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. അതിനാണ് നമ്മളിത് കുതിർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അതുപോലെ ഞാനിവിടെ ഒരു 200 ഗ്രാമിനടുത്ത് ശർക്കര ഒന്ന് ചിരകിയെടുത്ത് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണിത്. കുറച്ച് ഇതുപോലെ തിക്കായിട്ട് തന്നെ വേണം ഈ ശർക്കരപ്പാനി എടുക്കാൻ കേട്ടോ, അങ്ങ് വല്ലാതെ ലൂസായി പോകരുത്. ഇത് ചിരകി എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 1 കപ്പിനടുത്തുണ്ടായിരുന്നു ഈ ശർക്കര. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഒരു 150 മുതൽ 200 ഗ്രാം വരെ ശർക്കര നമുക്ക് 1 കപ്പ് പയറിന് വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ പയർ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് വല്ലാതെ വെന്ത് പോയിട്ടുമില്ല, എന്നാൽ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. നമ്മൾ ആ എടുത്ത 1 കപ്പ് വെള്ളം തന്നെ മതി കണ്ടോ. പിന്നെ നിങ്ങൾ വേവിച്ച് വരുമ്പോൾ വെള്ളമയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടപ്പൊക്കെ മാറ്റിയതിന് ശേഷം തുറന്നു വെച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പിഞ്ച് ഉപ്പ് ഞാനിതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഒത്തിരി ഉപ്പ് ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിൽ മധുരം ശർക്കരയൊക്കെ ചേർക്കുമ്പം ആ ഉപ്പ് ഒത്തിരി കൂടിപ്പോരുത്. ചെറുതായിട്ട് ആ ഒരു ഉപ്പുമയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പിലും കൂടുതൽ ചേർക്കാം, പക്ഷേ കൂടുതൽ ആ പയർ നിൽക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതുപോലെ ഞാനിവിടെ ഒരു 6-7 ഏലയ്ക്ക ഒരല്പം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങൾ ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പയർ വേവിച്ചതും തേങ്ങായും അതുപോലെ പഞ്ചസാരയും ഒരു പാനിലിട്ട് ഒരല്പസമയം ഒന്ന് അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിനായി കിട്ടും. നമ്മളിന്ന് പക്ഷേ ശർക്കര പാനിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഉരുക്കി വെച്ചിട്ടുള്ള ഈ ശർക്കര പാനി കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അത്രയ്ക്ക് അങ്ങ് ലൂസായിട്ടുള്ള ശർക്കര പാനി അല്ല കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒത്തിരി ലൂസായി പോകരുത്. നമുക്കൊന്ന് കുഴച്ച് ഉരുളയാക്കി എടുക്കാവുന്ന ആ പരുവത്തിന് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് ആ ശർക്കര പാനി ഈ പയറിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആ പയറും ശർക്കരയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. തേങ്ങയും പയറും ശർക്കരയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ടെടുത്ത് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെയുള്ള ഉരുളകളായിട്ട് ആക്കിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ വലിയ സുഖിയനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ഉരുളകൾ, ചെറുതാണെങ്കിൽ ചെറിയ ഉരുളയായിട്ടാണെങ്കിലും ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഈ ബാക്കിയുള്ള പയർ മുഴുവൻ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ആ പയറെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ ആ 1 കപ്പ് പയർ കൊണ്ട് ഏകദേശം ഒരു 16 ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അത്ര വലിപ്പമുള്ളതല്ല ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി വലുതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 10-12 എണ്ണം നമുക്ക് ആ 1 കപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ ഇന്നത്തെ സുഖിയൻ മുക്കി പൊരിക്കുന്നതിനുള്ള ബാറ്റർ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ആ മാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഈ ചായക്കടകളിലൊക്കെ കിട്ടുന്നത് നമുക്ക് മൈദ കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനും ഇന്ന് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ ആണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആ സുഖിയൻ്റെ ആ ഒരു നല്ല മഞ്ഞ നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു അല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ചേ ഉള്ളൂ. ആ മാവിനൊരു ഉപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് അത്രയ്ക്കങ്ങ് ലൂസായിട്ടുള്ള മാവുമല്ല, എന്നാൽ അത്ര കട്ടിയിലും അല്ലാത്ത രീതിയിൽ
ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതിനാവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെയായിട്ട് നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു കുറച്ച് കട്ടിയുണ്ട്, എന്നാൽ അങ്ങ് വല്ലാതെ ലൂസും അല്ലാത്തൊരു മാവായിട്ട് നമ്മളിത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ജീരകത്തിൻ്റെ രുചി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പയറിൻ്റെ ബോളുകൾ ഒന്ന് മുക്കിയെടുക്കാനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ആക്കി വെച്ചിട്ടുള്ള ഓരോ ബോളും ഇതിലേക്കൊന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ആവശ്യത്തിന് എണ്ണ ചൂടാകാനായിട്ട് ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സുഖിയൻ്റെ ബോളുകൾ ഓരോന്നായിട്ട് ഇതിലേക്കൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഓരോ ബോളുകളും ഇതിലേക്കൊന്നിട്ട് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഈ ബോളുകൾ ഇട്ടതിന് ശേഷം അടുപ്പിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 ബോളുകൾ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് നല്ല ആ ഒരു പുറത്തെ മാവ് നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അകത്ത് വെച്ചിട്ടുള്ള പയർ ഓൾറെഡി വെന്തതായതുകൊണ്ട് ഒത്തിരി സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഈ പുറത്തുള്ള കോട്ടിംഗ് ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാനിത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആക്കിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഇങ്ങനെ ഒന്ന് തട്ടി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ പുറം ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടോ, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെയുള്ള സുഖിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള ആ മാവ് കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ ആ സുഖിയനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.